പക്ഷെ വഴിയിലൂടെ പോകുന്ന ഒരാൾ ഒരു പള്ളിയെ ചൂണ്ടി പറയുക ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ നീ അതെടുത്തോ എന്ന് പറയുന്ന കോടതികളാണ് ഈ രാജ്യത്തുള്ളത്. നിങ്ങൾ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളും പുറവും പരിശോധിക്കാൻ, ഈ രാജ്യത്തെ മതസംഘടനകളുടെ ആർജവമില്ലായ്മയും പരിശോധിക്കാൻ, ഈ രാജ്യത്തെ യുവജന സംഘടനകളുടെ സത്യസന്ധമായ രാഷ്ട്രീയത്തെ പരിശോധിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ്. അതിന് പകരം എന്ത് നൽകിയാലും അത് സ്വീകാര്യമല്ലെന്ന് വിളിച്ചു പറയാൻ ഈ രാജ്യത്ത് ആർജവമുള്ള ജനതയുണ്ട്. ആ ജനതയുടെ പേരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സത്യസത്യത്തോട് എത്ര അകലം സൃഷ്ടിക്കുന്നുവോ അവരാണ് സത്യസന്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്നത്. എത്ര അടുപ്പം നിങ്ങൾ സൃഷ്ടിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നീതിയുടെ രാഷ്ട്രീയത്തോട് പ്രതിബദ്ധത കുറയുന്നുവെന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജനതയും വിശ്വസിക്കുന്നത്. അതിന് നിയമമായ വൈവിധ്യങ്ങളിലും സഹിഷ്ണുതയിലും വിശ്വസിക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് ബഹുസ്വരത കൃത്രിമത്വമല്ല, അതിന് ബഹുസ്വരത ഒരു നാട്യമല്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കലും വൈവിധ്യങ്ങളെ പരിഗണിക്കലും ഒരു രാഷ്ട്രീയ വിഷയമല്ല. അത് അതിന്റെ ആദർശത്തിൽ ഉള്ളടങ്ങിയതാണ്. ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് ആ ഈ ശബ്ദങ്ങളും എല്ലാ രാഷ്ട്രീയ ശബ്ദങ്ങളും ആര് വിലക്കെടുത്താലും വിലക്കെടുക്കാൻ പറ്റാത്ത ഒരൊറ്റ നീതിയുടെ ശബ്ദമേ ഈ കേരളത്തിന്റെ ഭൂമിയിൽ ഉണ്ടാവൂ. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത്. കാരണം അത് ആദർശതത്വമാണ്. മുസ്ലിം വിരുദ്ധതയുടെയും ഇസ്ലാം വിരുദ്ധതയുടെയും സംഘപരിവാറിന്റെ അടിസ്ഥാന ഫിലോസഫി എന്ന് പറയുന്നത് അവരുടെ ചാതുർവർഗ്ഗത്തിനെതിരെ, വംശീയ വിദ്വേഷത്തിനെതിരെ, സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഇസ്ലാം സമർപ്പിക്കുന്നുവെന്നാണ്. അധികം പറയും. ഉമർ ഖാദിയെ അറസ്റ്റ് ചെയ്ത സ്ഥലമാണ് ചാവക്കാട് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഭൂമിക്ക് ബ്രിട്ടീഷുകാരന് ഞാൻ നികുതി തരില്ല എന്നാണ് ഉമർ ഖാദി പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ ശബ്ദം ചാവക്കാട് മുഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ ഭവനങ്ങൾ പിടിച്ചടക്കാൻ നിങ്ങൾക്കെന്താണ് അധികാരം എന്നാണ് ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2014 മുതലുള്ള 10 വർഷങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിംസാത്മകമായ 10 വർഷങ്ങളാണ്. അത് കേവലമായ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കല്ല, പൊളിറ്റിക്കൽ വാറല്ല, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു യുദ്ധമാണ് ഈ രാജ്യത്തോട് 10 വർഷമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നിയമം മൂലമാണ്. NRC ഒരു നിയമമാണ്. കശ്മീരിലെ വിഷയം ഒരു നിയമമാണ്. ആരാധനാലയങ്ങൾ, ബാബരി മസ്ജിദിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയെന്താണ് നിയമമാണ്. ഗ്യാൻവാപ്പിയിൽ അതിൻ്റെ നിലവറയിൽ പൂജ നടത്തുന്നത് എങ്ങനെയാണ്? നിയമമാണ്. നിയമം മുഖേന ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ, മുസ്ലിം സമുദായത്തെ ഇറാഡിക്കേറ്റ് ചെയ്യണം, ഉന്മൂലനം ചെയ്യുകയാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്വച്ഛാധിപത്യ ഭരണം നടത്തി. അദ്ദേഹം ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കേസുകളും ജർമ്മനിയിലെ പരമോന്നത കോടതി പരിശോധിച്ചു. അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞ ആക്രമണങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചു. എന്നിട്ട് ജർമ്മനിയിലെ പരമോന്നത കോടതി പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. കാരണം നിയമം വിട്ട് അഡോൾഫ് ഹിറ്റ്ലർ ഒന്നും ചെയ്തില്ല എന്നാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം നിയമം മുഖേനയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മുമ്പ് സ്റ്റേറ്റിൻ്റെ അപ്പാരൻസുകളുമുണ്ട്, പൊതുസംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇന്നത് മാത്രമല്ല, മുഴുവൻ സ്റ്റേറ്റാണ്, മുഴുവൻ ഭരണകൂടമാണ്. മീഡിയകൾ പോലും അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നില്ല. സമ്പൂർണമായ ഹിംസയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് നിയമമാണ്. രണ്ടാമത്തെ നമുക്കറിയാം, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫെഡറലിസത്തെ തകർക്കുകയാണ്. നമുക്ക് ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുസ്തിയും ഫെഡറലിസത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഫെഡറലിസത്തെ തകർക്കുകയാണ്. ഗവർണറോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരിനോടും നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഈ കളിയിൽ ഗവർണറാണ് തെറ്റുകാരൻ. ഗവർണറാണ് ഫെഡറലിസത്തെ തകർക്കുന്നവൻ. ഫെഡറലിസം എന്ന് പറയുന്നത് നമുക്കറിയാം. രാജ്യത്ത് കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞതാണ് ഈ രാജ്യത്തെ നിയമങ്ങളെല്ലാം ഏകീകരിക്കണമെന്നാണ്. GST വന്നു. അന്ന് വിവരമുണ്ട് എന്ന് പറയുന്ന ധനമന്ത്രിമാർ അതിനെ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്തു, കൈയടിച്ചു. പക്ഷെ ഇന്ന് അവർ പറയാണ് GST ആണ് ഈ സ്റ്റേറ്റിനെ കുത്തുപാള എടുപ്പിച്ചതെന്നാണ്. അന്നും വിവരമുള്ള ആളുകൾ പറഞ്ഞതാണ് GST തെറ്റാണ്, ശരിയല്ല. ഇവിടുത്തെ കച്ചവടക്കാരോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ GST മുതൽ, അതുപോലെ തന്നെ നോട്ട് നിരോധനം മുതൽ, ഇനി വരാൻ പോകുന്നത് നമുക്കറിയാം. NIA എന്ന് പറയുന്ന സംവിധാനമുണ്ട്.
അതിനെല്ലാ സ്ഥലത്തും സ്റ്റേഷൻ തുടങ്ങാനുള്ള പെർമിഷനാണ്. NIA നേരിട്ടാണ് കേസുകൾ വരുന്നത്, അന്വേഷിക്കുന്നത്. പോലീസിന് അധികാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ തന്നെ കമ്മിറ്റ്മെന്റ് ആഭ്യന്തര വകുപ്പിലേക്കാണ്. ഏത് ആഭ്യന്തര വകുപ്പ്? കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്കാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വാഹന രജിസ്ട്രേഷൻ മാറ്റണം എന്നുള്ള നിർദ്ദേശം വന്നു. നിയമമായിട്ടില്ല, വരാൻ പോവുകയാണ്. ആ നിർദ്ദേശം എന്താണ്? എല്ലാ വണ്ടിയും PH ആണ്, PH രജിസ്ട്രേഷനിലേക്ക് പോകണമെന്നാണ്. KL TN ഒന്നും വേണ്ട. അതുപോലെ KA ഫെഡറലിസത്തിന്റെ അടയാളങ്ങളാണ്, അതെല്ലാം ഒഴിവാക്കുക എന്നതാണ്. ഭൂമി രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാരിലേക്ക് മാറ്റണം. കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റണം. സംസ്ഥാനങ്ങൾക്ക് അധികാരം പോകണം. സഹകരണ വകുപ്പ് ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്കാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് മാറിയത്. ഇതെല്ലാം ഫെഡറലിസത്തെ തകർക്കുകയാണ്. ഫെഡറലിസത്തിനെ തകർക്കാനുള്ള നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പകുതിയും നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. മറ്റു നമുക്കറിയാം, പ്രോപ്പഗണ്ട വാറാണ്. പ്രോപ്പഗണ്ട എന്ന് പറയുന്നത്, പ്രോപ്പഗണ്ട വാറിന്റെ ഏറ്റവും വലിയ ഇരകളാണ് തൃശ്ശൂർക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാൾ ഇവിടെ വന്നിട്ട് പറയാൻ, ഞാൻ തൃശ്ശൂർ നിങ്ങൾക്ക് പിടിച്ചു തരാം, കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കാൻ. അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, തൃശ്ശൂര് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒരു സിനിമാ ലൊക്കേഷൻ അല്ല. ഇവിടെ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത് പാക്കപ്പ് എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല തൃശ്ശൂർ എന്ന് ബോധ്യപ്പെടും നിങ്ങൾക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഇങ്ങനെയുള്ള ഒരു പ്രോപ്പഗണ്ട വാർ നടത്തുകയാണ് എല്ലാ ചാനലുകളും, ഓൺലൈൻ മീഡിയകൾ. അതിൽ വളരെ വിരലിലെണ്ണാൻ പറ്റുന്ന അതിനെ മാത്രം മാറ്റി നിർത്താം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഫേക്ക് ഐഡികളുടെ എണ്ണം 1 കോടി വരും ഈ രാജ്യത്ത്. ഇതിന്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന ആരാണ്? ഏത് IT സെല്ലാണ്? IT സെല്ലാണ് നിങ്ങൾ പരിശോധിക്കുക. ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതിന്റെ കേസ് സുപ്രീം കോടതി നടന്നിരിക്കാൻ. കാരണം ഈ രാജ്യത്ത് ഇവിടത്തെ മെറ്റാ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇവിടുത്തെ സർക്കാരിനെ സഹായിക്കാൻ വ്യാജ അക്കൗണ്ട് തുടങ്ങാൻ പ്ലാറ്റ്ഫോം തന്നെ സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. അപ്പൊ കോടിക്കണക്കിന് വ്യാജ ഐഡികൾ നിർമ്മിച്ചിരിക്കാൻ പ്രോപ്പഗണ്ട വാറുകളാണ്. നിങ്ങൾ സത്യമെന്ന് പറയുന്ന ആവർത്തിച്ചുരുവിടുമ്പോഴേക്കും വ്യാജം ഈ രാജ്യം മുഴുവൻ ചുറ്റിയടിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ പ്രോപ്പഗണ്ട വാറിലൂടെ ഈ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. മറ്റു നമുക്കറിയാം, വേറൊന്ന് വിദ്യാഭ്യാസമാണ്. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് RSSന്റെ മേധാവി പറയുന്നത്, ഞങ്ങളുടെ 60% അജണ്ടകൾ ഈ ബില്ലിലൂടെ ഞങ്ങൾ പാസ്സാക്കുമെന്നാണ്. അപ്പൊ ഈ 60% അജണ്ടകൾ എങ്ങനെയാണ് NEP-യിലൂടെ പാസ്സാക്കുക എന്നത് അതിന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ കോറായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ബ്രാഹ്മിൻ പൂജ, ഭൂമി വന്ദൻ, സരസ്വതി പൂജ, സൂര്യ നമസ്കാർ ഇതൊക്കെ സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്നാണ് നിർദ്ദേശം. അതിന്റെ ആദ്യത്തെ ടോക്കണാണ് മുഗൾ ചരിത്രം, മുസ്ലിം ചരിത്രം, മുസ്ലിം പ്രതാപം. ഈ രാജ്യത്തിന്റെ 800 വർഷത്തെ ചരിത്രങ്ങൾ CBSE സിലബസ് എന്ന് പൂർണ്ണമായും തുടച്ചു നീക്കി എന്ന് പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടുന്ന ഒരു തലമുറയെ, ആ തലമുറ എന്ത് രീതിയിലുള്ള ഒരു ധ്രുവീകരണമാണ് ഈ രാജ്യത്ത് നടത്തുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസത്തിലൂടെ വരുന്ന മാറ്റങ്ങളിലൂടെ, നയങ്ങളിലൂടെ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ധ്രുവീകരണ അജണ്ടകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത്, ഇവിടുത്തെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ. വിദ്വേഷമാണ്, അടിമുടി വിദ്വേഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ദേഹത്ത് ചാടിത്തിമർക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ. ഇതാണ് ഈ രാജ്യത്തിന്റെ സിരകളിൽ വേരൂന്നിയിട്ടുള്ള വംശീയതയുടെ ആഴമെന്ന് പറയുന്നത്. അബുൽ ജുനൈദും പഹലുഖാനും അതുപോലെയുള്ള അഫ്രൂസുൽ ഖാനും ഒക്കെയുള്ള ആളുകൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. പച്ചക്ക് വെട്ടിക്കൊല്ലുകയും ആ മനുഷ്യരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയും അത് വീഡിയോയിൽ പകർത്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്വേഷമുണ്ട്. ആ വിദ്വേഷം ഈ രാജ്യത്ത് ആധിപത്യം നേടുകയാണ്. അങ്ങനെ വിദ്വേഷത്തിന്റെ പ്രചാരകരും വിദ്വേഷത്തിന്റെ കാവൽക്കാരുമായി ആ വിദ്വേഷം പ്രചരിപ്പിച്ച് ആ വിദ്വേഷത്തിന് കിട്ടുന്ന മൂലധനത്തെ അടിയാധാരമാക്കി ഈ രാജ്യം ഭരിക്കാൻ, ഈ രാജ്യത്തെ സിംഹാസനത്തിൽ ആ അടിയുറച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ ആലോചിച്ച പ്രാൺപ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇവിടെ അതുകൊണ്ട് നമുക്കൊരു നേട്ടമുണ്ടായി. യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആരാണ് കളവ് പറയുന്നത്, ആരാണ് സത്യവാന്മാർ, ആരാണ് കാപട്യം കാണിക്കുന്നത് എന്ന് പകൽ പോലെ നമുക്ക് വ്യക്തമായി. ആരൊക്കെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക, ആരൊക്കെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ കാപട്യം കാണിക്കുന്നത്, ആരൊക്കെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ സത്യസന്ധമായി നിലപാടെടുക്കുക എന്ന് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരു ഇൻസിഡന്റ് കൂടിയായിരുന്നു ജനുവരി 22 എന്ന് പറയുന്നത്. ഞങ്ങൾ പല ആളുകളും അതിനെ വാഴ്ത്താനും പുകഴ്ത്താനും തുടങ്ങി. പല ആളുകളും അതൊരു മതവിശ്വാസത്തിന്റെ ഭാഗമായി അതിനെ ചേർത്ത് വെക്കാൻ തുടങ്ങി. അതൊരു മതവിശ്വാസമല്ല, അതൊരു ആരാധനാലയമല്ല. കവർന്നെടുക്കപ്പെട്ട ഭൂമിയിൽ, ആക്രമിച്ചെടുക്കപ്പെട്ട ഭൂമിയിൽ സ്ഥാപിച്ച ഒരു ബിൽഡിംഗാണ്, ഒരു കെട്ടിടമാണ്.
അതുകൊണ്ട് അതിനെ ശക്തിയായി എതിർക്കുവാൻ ഈ രാജ്യത്തെ നീതിബോധമുള്ള ജനങ്ങൾ എഴുന്നേറ്റ് വന്നു. അപ്പൊ നീതിബോധമുള്ള ആരാണ്, സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരാരാണ് എന്ന് വെളിപ്പെട്ട സന്ദർഭങ്ങളാണ് ജനുവരി 22 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടതികൾ എന്ന് പറയുന്ന സംവിധാനം, അതിൽ നമുക്കറിയാം അതിൽ എവിഡൻസ് വേണം. അതുപോലെ തന്നെ സോളിഡായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാറുള്ളത്. പക്ഷെ വഴിയിലൂടെ പോകുന്നവരാൾ ഒരു പള്ളിയെ ചൂണ്ടി പറയുക ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ നീ അതെടുത്തോ എന്ന് പറയുന്ന കോടതികളാണ് ഈ രാജ്യത്തുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നിങ്ങൾ ഒരു തെളിവില്ല എന്ന് മാത്രമല്ല, താൻ നടപ്പിലാക്കിയ വിധി, താൻ വിധിച്ച വിധി അത് നടപ്പിലാക്കാൻ വേണ്ടി അർദ്ധരാത്രി ഗ്യാൻവാപ്പിയുടെ നിലവറ തുറന്ന് പൂജാവിഗ്രഹം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതാരാണ്? ഈ രാജ്യത്തെ കോടതിയിലെ ഉന്നത പീഠങ്ങൾ അലങ്കരിക്കുന്ന ജസ്റ്റിസുമാരാണെന്ന് നമുക്കറിയാം. അപ്പൊ നീതിപീഠങ്ങൾ, അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഈ രാജ്യത്തെ സംവിധാനങ്ങൾ മുഴുവൻ വിലക്ക് വാങ്ങിയിരിക്കാൻ, പർച്ചേസ് ചെയ്തിരിക്കാൻ. അപൂർവം ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇവിടുത്തെ മീഡിയകൾ എങ്ങനെയാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത്? സത്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ, ഫാസിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളെ, ഫാസിസ്റ്റ് വിരുദ്ധമായ ചെറുത്തുനിൽപ്പുകളെ, പ്രതിരോധങ്ങളെ ഒരിക്കലും നിങ്ങൾ മീഡിയയുടെ കവറേജിൽ കാണുന്നില്ല, ബ്രേക്കിംഗ് ന്യൂസിൽ കാണുന്നില്ല. മോദിക്കെതിരെയുള്ള വികാരങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ അവർ തയ്യാറല്ല. എല്ലാം നിങ്ങൾ കേരളത്തിലും മീഡിയകൾ എങ്ങനെയാണ്? കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കേരളത്തിൽ ജനുവരി 22 നിങ്ങൾക്കൊരു കേസ് സ്റ്റഡിയാണ്. ഈ രാജ്യത്തെ മീഡിയകളെ പരിശോധിക്കാൻ, ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ ഉള്ളും പുറവും പരിശോധിക്കാൻ, ഈ രാജ്യത്തെ മതസംഘടനകളുടെ ആർജവമില്ലായ്മയും പരിശോധിക്കാൻ, ഈ രാജ്യത്തെ, അതുപോലെ നമുക്കറിയാം ഈ രാജ്യത്തെ യുവജന സംഘടനകളുടെ സത്യസന്ധമായ രാഷ്ട്രീയത്തെ പരിശോധിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ് ജനുവരി 22 എന്ന് പറയുന്നത്. ആ ജനുവരി 22 സംഭവിച്ചത് എന്താ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ചില ആളുകൾ മൗനം പാലിക്കുകയാണ്, പൂർണ്ണമായി മൗനം പാലിക്കുകയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ നമുക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് അനുഭവമായ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർ സ്വീകരിക്കുകയാണ്. അവരൊരു വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ടാണ് അതിനെ വാഴ്ത്തിപ്പാടുന്നത്. യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 992 ഡിസംബർ 6 നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 992 ഡിസംബർ 6 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കേണ്ടത് ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഹിംസാത്മകമായ പ്രഖ്യാപനമാണ് ഡിസംബർ 6 നിർവഹിച്ചത്. ആ ഡിസംബർ 6ന്റെ പൂർത്തീകരണമാണ് ജനുവരി 22 നിർവഹിച്ചത്. അതിന് പകരം എന്ത് നൽകിയാലും അത് സ്വീകാര്യമല്ലെന്ന് വിളിച്ചു പറയാൻ ഈ രാജ്യത്ത് യാർജ്ജമുള്ള ജനതയുണ്ട്. ആ ജനതയുടെ പേരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കില്ലെന്ന് പറഞ്ഞ ഒരു ധീരദേശാഭിമാനിയുടെ ഭൂമിയിൽ ഈ രാജ്യത്തെ സംഘപരിവാറിന് കീഴൊതുങ്ങില്ലെന്ന് പ്രഖ്യാപിക്കുവാൻ അസാമാന്യ ധൈര്യം വേണം. ആ അസാമാന്യ ധൈര്യത്തിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് നമുക്കറിയാം ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഈ രാജ്യത്തെ സാംസ്കാരികമായ, അതുപോലെ തന്നെ സാംസ്കാരികവും സാമൂഹികമായ സംവിധാനങ്ങൾ അടിമുടി വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ വന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വിരുന്നിലേക്ക് പോയാൽ പല ആളുകളും പറയാൻ ആ വിരുന്നിന്റെ മഹത്വത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ്, ആ വിരുന്നിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെയും മടിയാധാരം ഇളകിക്കഴിഞ്ഞുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു ഹിംസാത്മക രാഷ്ട്രീയമുണ്ട്. നരേന്ദ്രമോദി എന്ന വ്യക്തിത്വമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട്. RSSന്റെ വംശീയ പ്രത്യയശാസ്ത്രമാണത്. ആ പ്രത്യയശാസ്ത്രത്തോട് എത്ര അകലം സൃഷ്ടിക്കുന്നുവോ അവരാണ് സത്യസന്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്നത്. എത്ര അടുപ്പം നിങ്ങൾ സൃഷ്ടിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നീതിയുടെ രാഷ്ട്രീയത്തോട് പ്രതിബദ്ധത കുറയുന്നുവെന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജനതയും വിശ്വസിക്കുന്നത്. അതിന് ന്യായീകരണം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ മുച്ചൂടും ഇല്ലാതെയാക്കുവാൻ, മുച്ചൂടും കവർന്നെടുക്കുവാൻ, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ, രാഷ്ട്രീയ സാംസ്കാരിക വിവസ്ഥകളെല്ലാം തകിടമറിക്കുവാൻ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു രാഷ്ട്രീയ കാരണം മാത്രമല്ല, ഒരു സാംസ്കാരിക കാരണം മാത്രമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ആത്മീയ ഉള്ളടക്കത്തിന്റെ ആഹ്വാനം കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, വിദ്വേഷത്തിനെതിരെ നിങ്ങളുടെ പക്കൽ എന്താണുള്ളത്? നമ്മളടുത്ത് സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്, വാത്സല്യമുണ്ട്, സാഹോദര്യമുണ്ട്. അതുപോലെ തന്നെ അനീതിയും അക്രമവും ഉണ്ടായാൽ നിങ്ങളടുത്ത് അതിന് ബദലായി എന്ത് രാഷ്ട്രീയമാണുള്ളത് എന്ന് ചോദിച്ചാൽ നീതിയുടെ രാഷ്ട്രീയമുണ്ട്. സാഹോദര്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നീതിയുടെ
പശ്ചാത്തലത്തിലാണ്. സൗഹാർദ്ദത്തെ ഞങ്ങൾ മാനിക്കുന്നത് നീതിയുടെ പശ്ചാത്തലത്തിലാണ്. നീതി എന്ന് പറയുന്ന മൂല്യം വിശുദ്ധ ഖുർആൻ അനേകം തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത് നീതിക്ക് വേണ്ടി സാക്ഷികളാവാൻ വേണ്ടിയാണ്. നീതിക്ക് വേണ്ടി സാക്ഷികളാവാൻ വേണ്ടിയാണ്. നീതിക്ക് വേണ്ടിയുള്ള സമരത്തിലൊന്നും മുൻപന്തിയിൽ നിൽക്കാനുള്ള വിശുദ്ധ വേദത്തിന്റെ ആഹ്വാനമാണ് ഈ ഒരു സംഗമത്തിന്റെ പ്രചോദനമായി വർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ രാജ്യത്തെ ഏതു നീതി നിഷേധത്തെയും മുന്നും പിന്നും നോക്കാതെ എതിർക്കുവാൻ, അതാരുടെ പക്കത്ത് നിന്നായും മുഖം നോക്കാതെ എതിർക്കുവാൻ, അത് ആർക്കെതിരാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ ഈ യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? സ്വാഭാവികമായ വൈവിധ്യങ്ങളിലും സഹിഷ്ണുതയിലും വിശ്വസിക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് ബഹുസ്വരത കൃത്രിമത്വമല്ല, അതിന് ബഹുസ്വരത ഒരു നാട്യമല്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കലും വൈവിധ്യങ്ങളെ പരിഗണിക്കലും ഒരു രാഷ്ട്രീയ വിഷയമല്ല. അത് അതിന്റെ ആദർശത്തിൽ ഉള്ളടങ്ങിയതാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത. ആ ഇസ്ലാമിനെ ഏറ്റക്കുറച്ചിലില്ലാതെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക പ്ലാറ്റ്ഫോമുകൾ ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്, നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് എല്ലാ രാഷ്ട്രീയ ശബ്ദങ്ങളും, പല രാഷ്ട്രീയ ശബ്ദങ്ങളും, എല്ലാ നീതിയുടെ ശബ്ദങ്ങളും, എല്ലാ രാഷ്ട്രീയ ശബ്ദങ്ങളും ആര് വിലക്കെടുത്താലും വിലക്കെടുക്കാൻ പറ്റാത്ത ഒരൊറ്റ നീതിയുടെ ശബ്ദമേ ഈ കേരളത്തിന്റെ ഭൂമിയിൽ ഉണ്ടാവൂ. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത്. കാരണം അത് ആദർശ തത്വമാണ്. അത് ആദർശത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് വിരിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് സാഹോദര്യത്തിന്റെ മൂല്യങ്ങളെ, വിദ്വേഷത്തിനെതിരെ സാഹോദര്യത്തെ പ്രചരിപ്പിക്കുവാൻ, വിദ്വേഷത്തിനെതിരെ സാഹോദര്യത്തിന്റെ മൂല്യങ്ങളെ ഈ രാജ്യത്തിന്റെ അടിത്തട്ടുകളിൽ പ്രചരിപ്പിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് ആയിരക്കണക്കിന് സദ്ഭാവന മഞ്ചുകൾ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് അടിത്തട്ടിലുള്ള മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ, മതവും ജാതിയും പരിഗണിക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ, അക്രമത്തിനും അനീതിക്കെതിരെ അവരെ സംഘടിക്കാൻ പര്യാപ്തരാക്കുകയാണ്. ആ പര്യാപ്തമാക്കുക എന്ന് പറയുന്നത് ആദർശത്തിന്റെ തട്ടമായി ഈ യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നു, ഈ യുവജന പ്രസ്ഥാനം മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മനുഷ്യൻ അവന്റെ മനുഷ്യത്വത്തിന്റെ പേരിൽ അവനെ പാർസലൈസ് ചെയ്യുമ്പോൾ, അവനെ അപരവൽക്കരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന വികാരത്തെ ലോകത്ത് ഉയർത്തിപ്പിടിച്ചൊരു ദർശനമാണ് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചത്. എപ്പോഴാണ്? മനുഷ്യന്റെ ജീവനൊരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടത്തിൽ, അവന്റെ രക്തം ചിന്തുന്നതിൽ, ഒരു മനുഷ്യന്റെ രക്തം ചിന്തുന്നതിൽ ഒരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടത്തിൽ മനുഷ്യരെ എന്ന് വിളിച്ചു തുടങ്ങിയ ആദർശമാണ്, ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മുശ്, ചീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യൻ സമന്മാരാണ് എന്ന പ്രഖ്യാപനം നടത്തുകയാണ് മഹാനായ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. തന്റെ ഇസ്ലാമിക പ്രബോധനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആരംഭിച്ച ഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു വഹ്ശിയുടെ അടുത്ത് പോയി പറയുന്ന ഒരു കാര്യമുണ്ട്. വഹ്ശി, ഇന്ന് മക്കയിൽ ഞാനൊരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം എന്ന് പറയുന്നത്? ഞാനും നീയുമൊക്കെ മനുഷ്യനാണെന്ന് പറയുന്ന ഒരാൾ മക്കയിലുണ്ട്. അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പൊ വഹ്ശി കൊല്ലപ്പണിയെടുത്ത് ആലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പണി നിർത്തിവെച്ച് തന്റെ ശരീരത്തിൽ നുള്ളിയിട്ട് പറയുകയാണ്, ഇങ്ങനെ നുള്ളി നോക്കിയിട്ട് പറയുകയാണ്, ഈ കറുത്ത തൊലിയുള്ള ഞാനും നീയുമൊക്കെ മനുഷ്യനാണെന്ന് പറയുന്നവനോ അത് ഉണ്ടാവില്ല, നിനക്ക് തോന്നിയതാണ്, അത് സംഭവിക്കില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ മനുഷ്യനെ യഥാർത്ഥത്തിൽ കഅബയുടെ മുകളിലേക്ക് കയറ്റിയ ഒരു ആദർശമുണ്ട്. അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മുശ്, ചീർപ്പിന്റെ പല്ലുകളെ പോലെ സമന്മാരാണ് മനുഷ്യർ എന്ന് പറഞ്ഞതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിരുദ്ധതയുടെയും ഇസ്ലാം വിരുദ്ധതയുടെയും സംഘപരിവാറിന്റെ അടിസ്ഥാന ഫിലോസഫി എന്ന് പറയുന്നത് അവരുടെ ചാതുർവർണ്ണത്തിനെതിരെ, വംശീയ വിദ്വേഷത്തിനെതിരെ, സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഇസ്ലാം സമർപ്പിക്കുന്നുവെന്നാണ്. അധികം പറയേണ്ടതില്ല. നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി. ആ പള്ളിയുടെ ഇമാം ഇവിടെ വന്ന് പ്രസംഗിച്ചു. നമുക്കറിയാം ആ പള്ളി നിർമ്മിക്കുന്ന ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ മാലിക് ദീനാറിനെ കുറിച്ച് കേരളത്തിലെ ചരിത്രകാരന്മാർ എന്താണ് പറഞ്ഞത്? ഈ രാജ്യത്ത് സഹോദര്യവും മാനവികതയും ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചു കൊടുത്ത ഒരു പ്രബോധന പാരമ്പര്യം നിലനിൽക്കുന്ന ഭൂമിയാണ് തൊട്ടടുത്ത കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അത് ഈ രാജ്യത്ത് മാത്രമല്ല, ഇസ്ലാമിന്റെ ജനിതകമായ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ ശരീരത്തിലും ഘടനയിലും മുദ്രാവാക്യങ്ങളിലും ആശയത്തിലും ദർശനങ്ങളിലും ആ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെ നടന്നാലും ഇസ്രായേലിനെതിരെ കേരളത്തിൽ ആദ്യത്തെ മുദ്രാവാക്യം വിളിച്ച മൂവ്മെന്റ് അല്ല. നിങ്ങൾ തെരഞ്ഞു നോക്കുക, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. ഇസ്രായേൽ അനീതിയാണ്, അനീതി സമം ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അക്രമമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അനീതിയാണ്. അതുകൊണ്ട് അനീതിയും അക്രമവും ലോകത്തെവിടെ വെച്ച് നടമാടിയാലും ശരി, അതിനെതിരെ ഘോരഘോരം ശബ്ദിക്കുവാൻ, അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുവാൻ, അതിനെതിരെ തെരുവിലിറങ്ങുവാൻ എന്ന് മാത്രമല്ല, എല്ലാവരും വിധേയപ്പെട്ടാലും, എല്ലാവരും കീഴൊതുങ്ങിയാലും, ഫാസിസ്റ്റ് മർദ്ദനങ്ങളുടെ ബൂട്ടിനവൻ അവർന്നു പോയാലും
പറഞ്ഞാലും ശരി, ചങ്കിലെ ശ്വാസം അവസാനിക്കുന്നത് വരെ നീതിക്ക് വേണ്ടി നിലകൊള്ളാമെന്ന് പഠിപ്പിച്ച ഒരാദർശമുള്ള കാലത്തോളം അത്ര എളുപ്പമല്ല ഫാസിസത്തിന്റെ ഇവിടെ അതിജീവിക്കുക എന്ന് പറയുന്നത്, സംഘപരിവാർ അതിജീവിക്കുക എന്ന് പറയുന്നത്. 1992 ഡിസംബർ അതുപോലെയല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്ന് സംഘപരിവാർ മിനിമം മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, സംഘപരിവാറിനെതിരെ ബഹുവൈവിധ്യ രാഷ്ട്രീയങ്ങൾ ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കാപട്യങ്ങൾ ഏതുപോലെ തിളങ്ങി വരുന്നു, അതിനേക്കാൾ ശക്തിയായി ഇവിടുത്തെ ബഹുവൈവിധ്യ രാഷ്ട്രീയങ്ങൾ ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആ ബഹുവൈവിധ്യ രാഷ്ട്രീയത്തിന്റെ ഐക്യനിലകൾ രൂപീകരിക്കാനുള്ള ഒരു തുടക്കവും പരിശ്രമവുമാകട്ടെ ഈ സംഗമം എന്ന് ആശംസിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.